രാഷ്ട്രീയത്തിൽ എന്നും ചൂടേറിയ ചർച്ചകൾക്ക് തിരികൊളുത്തുന്ന പേരാണ് എം സ്വരാജ്. ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. അഴിമതിയും സീറ്റ് കച്ചവടവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഒക്കെയായി വലിയൊരു വെല്ലുവിളിയാണ് അദ്ദേഹം പ്രതിപക്ഷത്തിന് നേരെ ഉയർത്തിയിരിക്കുന്നത്. അതെ, കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും വാക്പോരുകൾ മുറുകുകയാണ്. കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് CPM നേതാവ് എം സ്വരാജ്. അധികാരത്തിൽ ഇല്ലാതിരുന്നിട്ടും കോൺഗ്രസ് അഴിമതിയുടെ പുതിയ പാത വെട്ടിത്തുറന്നുവെന്നും സീറ്റുകൾ വിറ്റ് കാശാക്കുന്ന സീറ്റ് കച്ചവടമാണ് പാർട്ടിയുടെ പുതിയ മുഖമെന്നും സ്വരാജ് തുറന്നടിച്ചു. ഹരിയാനയിലെയും ബീഹാറിലെയും സീറ്റ് കച്ചവട കഥകൾ നിരത്തിക്കൊണ്ടായിരുന്നു സ്വരാജിന്റെ കടന്നാക്രമണം. തൃശൂരിലെ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്വന്തം കൗൺസിലർ തന്നെ നടത്തിയ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസിന്റെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിനെ മോഷ്ടാക്കളുടെ ദേശീയ പാർട്ടി എന്ന് വിശേഷിപ്പിച്ച സ്വരാജ് ഭാവിയിൽ കേരളത്തിൽ നടന്ന സീറ്റ് കച്ചവടങ്ങളുടെ കണക്കുകളും പുറത്തുവരുമെന്ന് മുന്നറിയിപ്പ് നൽകി. അതേസമയം പാർട്ടിക്കെതിരെ ഉയർന്ന ഫണ്ട് ആരോപണങ്ങളെയും വർഗീയ വിരുദ്ധ നിലപാടുകളെയും സ്വരാജ് ശക്തമായി പ്രതിരോധിച്ചു. രക്തസാക്ഷി ഫണ്ട് വയനാട് ഫണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ടെന്നും ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസിനെ കള്ളനെന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹം മറുപടി നൽകി. നേമത്തെ വോട്ട് വിഷയത്തിൽ വി ശിവൻകുട്ടിയുടെ പ്രസ്താവന വർഗീയ പ്രീണനമല്ലെന്നും മറിച്ച് വിശാലമായ അർത്ഥത്തിലുള്ളതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. തന്റെ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്നും സ്വരാജ് തള്ളിക്കളഞ്ഞു. രൂക്ഷമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിറഞ്ഞ ഒരു രാഷ്ട്രീയ ദിവസമാണ് കടന്നുപോയത്. കോൺഗ്രസിന്റെ ഈ സീറ്റ് കച്ചവടം എന്ന ആരോപണത്തെ കേരളത്തിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കും.